വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടെ ഇറാനിൽ യുഎസ് സൈന്യത്തിന്റെ ആക്രമണം. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബോട്ടുകളും മിസൈൽ വിക്ഷേപണ കേന്ദ്രവുമാണ് ലക്ഷ്യമിട്ടത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് വീണ്ടും ആക്രമണം. 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. തെക്കൻ ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിലാണ് അമേരിക്കൻ സൈന്യം വീണ്ടും ആക്രമണം നടത്തിയത്. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്നാണ് US വിശദീകരണം. ഹോർമുസ് കടലിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച ബോട്ടുകൾക്കും മിസൈൽ ലോഞ്ച് സൈറ്റുകൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത്. അമേരിക്കൻ സൈനികർക്കെതിരെയുള്ള ഭീഷണി തടയാനും സൈനികരെ സംരക്ഷിക്കാനുമാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രതികരിച്ചു. ഹോർമുസിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച 2 IRGC ബോട്ടുകളാണ് തകർത്തത്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച ബന്ദർ അബ്ബാസിലെ മിസൈൽ കേന്ദ്രവും തകർത്തതായി US സൈന്യം അവകാശപ്പെടുന്നു. ബന്ദർ അബ്ബാസ്, സിറിക്, ജാസ്ക് എന്നിവിടങ്ങളിൽ വലിയ സ്ഫോടനങ്ങളുണ്ടായി. ഇപ്പോഴത്തെ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമോ അവസാനമോ അല്ലെന്ന് US വ്യക്തമാക്കുന്നു. ആക്രമണം പരിമിത തോതിൽ മാത്രമാണെന്നും തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതികരണം. കൂടുതൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് US കൂട്ടിച്ചേർത്തു. ഇറാൻ കൈവശമുള്ള സമുഷ്ട്രീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറിയില്ലെങ്കിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ നശിപ്പിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് സൈനിക നടപടി. അതേസമയം ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിവേഗം ഒരു സമാധാന ഉടമ്പടി ഉണ്ടാകാനുള്ള സാധ്യത അമേരിക്കയും ഇറാനും തള്ളിയിരുന്നു. 3 മാസമായി രാജ്യത്ത് കടുത്ത ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ നീക്കാൻ പ്രസിഡന്റ് ഉത്തരവിട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.